അപ്പം നമസ്കാരമുണ്ട്. നമ്മളിന്നൊരു ശീമച്ചക്ക കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തൊരു സവാള നന്നായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ ഷേപ്പിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ശീമച്ചക്ക എന്താണ് ഈ കളറിലെന്നൊരു ചോദ്യം വേണ്ട. അത് ഒരുപാട് ദിവസം ഇരുന്നതാണ്. കുറേ നാളുകൊണ്ട് വീഡിയോ ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടിരുന്നതാണ്. അപ്പോൾ ഇന്നത് നമുക്കൊന്ന് ലോങ് വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു 3-4 കഷ്ണം വെളുത്തുള്ളിയും കൂടെ നമ്മൾ നന്നായിട്ട് അതിനകത്തോട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിന് കുറച്ച് അത് വേകുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പ്, അത് നിറയെ ഉപ്പ് വേണ്ട, ഒരു അല്പം ഉപ്പ് അതിൽ വേകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഉപ്പ് കൂടെ, ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ഒരു ചിക്കൻ കറിക്ക് പകരമായിട്ട് നമുക്കൊരു ശീമച്ചക്ക കറി എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ആവശ്യത്തിന് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്കതൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ തേങ്ങ, അതായത് ഒരു മുറി തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക. അതിനകത്ത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. അത് കറുത്ത് കൊണ്ട ഒരു ബ്രൗൺ നിറമാകുന്ന രീതിയിൽ നമ്മൾ വറുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിന് മുളക് പൊടി, അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞ് സ്പൂണിന് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സ്പൂണിന് 3 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം നല്ല രീതിയിൽ നമുക്കത് ചിക്കൻ കറി പോലെയല്ലേ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്നുള്ള ഒരു നല്ല രീതിയിൽ വറുത്തെടുക്കുക. പിന്നെ നമ്മളിതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന ഒരു ചിക്കൻ മസാല, അപ്പം അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് 1 സ്പൂണോ 1.5 സ്പൂണോ നമ്മൾ ചിക്കൻ മസാല, നമുക്കല്ലെങ്കിൽ കറിക്കൂട്ട് മസാല കറി പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതുകൂടെ ഇട്ട് കൊടുക്കുക. നന്നായി തണുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ചട്നി ജാർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പം വളരെ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി കഴിച്ചതുപോലെ ഇരിക്കും നമ്മൾ ഈ ഒരു ശീമച്ചക്ക കറി. ഏതിനോട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് വെന്ത ശീമച്ചക്കയിലോട്ട് നമ്മൾ ഈ മസാലക്കൂട്ട് അല്ലെങ്കിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നന്നായിട്ട് നമ്മളൊന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് എത്രത്തോളം കറി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ആവശ്യത്തിനുള്ള ആ വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത്, അപ്പോൾ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഉപ്പും കൂടെ ആ ഉപ്പ് കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കറിയായിട്ട് എടുക്കുക. അപ്പോൾ നല്ല ഒരു തിള വരുന്നവരെ, ഭയങ്കരമായിട്ടൊന്നും തിളയ്ക്കേണ്ട, എന്നാലും ഒരു തിള വരുന്നവരെ വെച്ചതിന് ശേഷം നമുക്കിതിനകത്ത് കടുവറുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കടുവറുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയോ ഏതെണ്ണയോ നമ്മൾ ഒഴിക്കുക, കടുകിട്ട് കൊടുക്കുക, ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കുക, നമ്മുടെ വറ്റൽ മുളക് കൂടെ കീറി അതിനകത്തിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കടുക് വറുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ശീമച്ചക്ക കറിയിലോട്ട് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ പരിപാടി. ഒന്ന് വറുത്തെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ശീമച്ചക്ക കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ, ഒരു കുറച്ച് സമയമേ ഉള്ളൂ എങ്കിലും ഒരു ലോങ് വീഡിയോ ഇടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സാൻഡി അൽബാനി എന്ന ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.